എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ അത്രയും ജഡ്ജ് ചെയ്ത് എന്നെ അത്രയും നിലത്തിട്ട് ചവിട്ടാൻ പാകത്തിന് എന്നെ കുറെ മോശം പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ കടന്ന് കുറച്ചോണ്ടിരിക്കണേ, ഈ എന്താ പട്ടികൾ കുറച്ചോണ്ടിരിക്കണം, നമ്മള് വായിൽ എത്ര കയറ്റിയാലും നിർത്തത്തില്ല, ചെയ്യട്ടെ. എന്റെ ചേട്ടനും പറഞ്ഞു, എന്റെ സ്വന്തം ചേട്ടൻ പറഞ്ഞു, നീ എന്തായാലും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു. എന്തോരം സിനിമ നടികൾ ഓരോ ആൾക്കാർ ഇതുപോലെ അപവാദങ്ങൾ പറഞ്ഞ് സഹിക്കുന്നു. ഇങ്ങനെ ഓരോ ചാനലിലും എല്ലാം പറയും, നീ അതൊന്നും കേൾക്കാൻ നിൽക്കരുത്, നീ എന്താണെന്ന് ഞങ്ങൾക്കും നിനക്കും അറിയാം, നീ എന്ത് തെറ്റാണോ എന്താ ചെയ്യുന്നത് നിനക്ക് നല്ല ബോധ്യമുണ്ട്, പിന്നെ ഈ പറയുന്ന കുറച്ചുകൊണ്ടിരിക്കണവരെയൊന്നും മൈൻഡ് ആക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വലിയ വകവെക്കാറില്ല. എനിക്ക് കുറച്ച് സഹിക്കട്ടപ്പോ ഞാൻ കേസിനൊക്കെ പോയായിരുന്നു. അത് ഒതുക്കി തീർത്തിട്ട് ഇപ്പോ അത് വേറെ രീതിയിലാണ് പലരോടും പറഞ്ഞു നടക്കുന്നത്. ഞാൻ കാരണം ഞാൻ പേടിച്ചിട്ട് ഒതുങ്ങി എന്നുള്ള സംഭവമൊക്കെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഫഷണലിയും തകർക്കാൻ നോക്കി സോഷ്യൽ മീഡിയ വഴിയൊക്കെ നെഗറ്റീവ് കമന്റ് ഒക്കെ ഇടും. മീഡിയ വഴി എനിക്ക് ഒരു മീഡിയയിലൊക്കെ കൊടുത്തായിരുന്നു. ഞാൻ ലാസ്റ്റ് സൈബർ സെല്ലിൽ പോയിട്ട് പോലീസുകാരെ കണ്ടിട്ട് പറഞ്ഞിട്ടാണ്. കാരണം അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് എന്നെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഇതുപോലൊരു ന്യൂസ് കൊടുക്കും. അതല്ലാതെ നമ്മൾ ചെയ്യാത്ത വർക്ക് നമ്മളെ കൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിനെ അങ്ങനെ വേദനിപ്പിച്ച് എന്ത് ഇപ്പൊ എങ്ങനെയൊക്കെയാ കടിച്ചു പിടിച്ച് സംസാരിക്കുക, കൂടുതൽ കുത്തിച്ചടിച്ച്